എൻ്റെ പേര് സിഞ്ചു എന്നാണ്. ഇതെൻ്റെ വൈഫ് വിനി, കയ്പമംഗലം സ്കൂളിലെ ടീച്ചറാണ്. മോള് എലൈന 3ാം ക്ലാസ്സിലേക്ക് സെൻറ്റ് ജോസഫ് ആളൂരാണ് പഠിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. എൻ്റെ കുറേ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ചെറിയൊരു വീട് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ അടുത്ത് ഡിസൈൻ ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഒരു വർക്ക് നടന്നത്. അങ്ങനെ ഞങ്ങൾ ആ വർക്കൊക്കെ പോയി നോക്കുകയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വീട് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റേഴ്സിന് കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ അവർ വരച്ച് തന്ന പ്ലാനുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ 2023 മാർച്ച് മാസത്തിൽ ഈ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ വർക്ക് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോഴേ ഞാൻ സൗദിയിലേക്ക് തിരിച്ചുപോയി. എനിക്കിവർ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് ഞാൻ തിരിച്ചു പോയത്. കാരണം നമ്മുടെ നൈബറിൻ്റെ അടുത്തുള്ളവർ വർക്ക് നമ്മൾ കണ്ടിരുന്നു, വളരെ നല്ല വർക്കായിരുന്നു. ഇവരുടെ മെറ്റീരിയൽ സെലക്ഷൻ ആയാലും നമുക്കിവിടെ എത്തിച്ചേരുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആയാലും വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇവരെ മുന്നോട്ടൊരാൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൂ. ഡിസൈൻ ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഈ കൺസ്ട്രക്ഷൻ കമ്പനി ആര് ഇനിയൊരു പുതിയ വീട് വെക്കണം എന്ന് പറഞ്ഞാലും ഞാൻ അവർക്ക് ഫസ്റ്റ് ഓഫർ ചെയ്യുക ഈ കമ്പനി ആയിരിക്കും, ഡിസൈൻ ആൻഡ് ഡെവലപ്പേഴ്സിനെ ആയിരിക്കും. അത് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഇതൊരു എല്ലാവരുടെയും വലിയ സ്വപ്നമാണ്. ആർക്കായാലും ഫസ്റ്റ് നിങ്ങളുടെ ചോയ്സ് എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കൊച്ചു വീട് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ 3 പേരുടെയും സ്വപ്നം. അപ്പോൾ ആ വർക്കിൽ പ്ലാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് മെറ്റീരിയലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഡിസൈൻ ഡ്രാഫ്റ്റേഴ്സ് അത് വളരെ കൃത്യമായിട്ട് മെറ്റീരിയൽ എത്തിച്ചേരും, വർക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അവരുടെ 3 സൂപ്പർവൈസേഴ്സ് നമ്മളെ വന്ന് കണക്ട് ചെയ്തിരുന്നു. അവരാണ് ജോബുകളും കാര്യങ്ങളെല്ലാം നോക്കി വരുന്നത്. വളരെ നല്ല രീതിയിൽ ജോബ് അവർ ശ്രദ്ധിക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും അവർ റെഡിയായിരുന്നു. മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ് അതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ആ സമയത്ത് കോറി സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് മെറ്റീരിയൽ ഡിലേ ഇല്ലാതെ എല്ലാ വർക്കുകളും നല്ല രീതിയിൽ ചെയ്യാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒറ്റ നിലയിൽ എല്ലാ കാര്യങ്ങളും വരണം എന്നായിരുന്നു ഞങ്ങളുടെ കൺസെപ്റ്റ് ആയിരുന്നത്. 3 ബെഡ്റൂം വരണമെന്ന് നിർബന്ധമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡൈനിങ്ങിൻ്റെ ഏരിയ വരുന്നവർക്ക് കാണാൻ പറ്റാത്തൊരു ഭാഗത്തേക്ക് വേണം. വാഷ് ഏരിയ അതുപോലെ തന്നെ പെട്ടെന്ന് കാണുന്ന രീതിയിൽ വരരുതെന്നായിരുന്നു ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വെച്ചിട്ട് ഒരുപാട് വലിയ ഒരു വീട് ആവരുതും, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിലേക്ക് വരണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതെല്ലാം ഡിസൈൻ ഡ്രാഫ്റ്റുകാർ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ അവർ കറക്റ്റായിട്ട് ചെയ്ത് തന്നിരുന്നു. അവരും ഐഡിയാസ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. 6 മന്തിൽ വർക്ക് തീർത്തരാന്നായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള കരാറ്. പക്ഷെ ഞാൻ അന്നേ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് വർക്ക് തീർത്ത് കയറാനുള്ള ഒരു പ്ലാനിങ്ങിലല്ല. എൻ്റെ ഫണ്ടിങ്ങിനനുസരിച്ചിട്ട് എൻ്റെ കയ്യിൽ വരുന്ന ഫണ്ടിനനുസരിച്ച് വർക്ക് ചെയ്ത് തീർക്കാം എന്നുള്ള രീതിയിലാണ് ഞാനന്ന് അവരോട് സംസാരിച്ചിരുന്നത്. പക്ഷേ ഡിസൈൻ ഡ്രാഫ്റ്റേഴ്സിൻ്റെ അവർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. നമ്മുടെ കയ്യിൽ വരുന്ന ഫണ്ടിനനുസരിച്ചിട്ട് അവർ കൃത്യമായിട്ട് വർക്കുകൾ തീർക്കുകയും ഇടയിൽ എൻ്റെ ഫണ്ടിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ അവരതിന് പ്രശ്നങ്ങളൊന്നും പറയാതെ അവർ തന്നെ വർക്കുകൾ കുറേ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് 2 വർഷത്തെ ബഡ്ജറ്റിൽ 2 വർഷം കൊണ്ട് ചെയ്തു തീർക്കാനാണ് ശ്രമിച്ചത്. കൃത്യം 2 വർഷത്തിനുള്ളിൽ അവരുടെ സൈഡിൽ നിന്ന് ഡിലേ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഡിലേ വന്നതല്ലാതെ വളരെ വൃത്തിയായിട്ട് അവർ ചെയ്തു തീർത്ത് തന്നിട്ടുണ്ട്. എനിക്ക് കിച്ചനെ പറ്റിയിട്ട് ഡിസൈൻ ഡ്രാഫ്റ്റുകാർ ഓപ്പൺ കിച്ചനാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പം എനിക്ക് ഓപ്പൺ കിച്ചനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ കുക്കിംഗ് ഓപ്പൺ കിച്ചനോട് അത്ര നന്നാവുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഓപ്പൺ കിച്ചൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പൺ കിച്ചൻ അല്ലാതെ സാധാരണ നമ്മുടെ ഒരു കിച്ചനും അതിൻ്റെ കൂടെ ഒരു വർക്കിംഗ് കിച്ചനും ഉണ്ട്. അവിടെയാണ് നമ്മൾ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരുപാട് ഒരു മിനിമം അതിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് എന്റെ ബെഡ്റൂം ഇഷ്ടമായി. എന്റെ ബെഡ്റൂം കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട്.